ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡാൻഡ്രഫും ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ ഫാളും ഉണ്ട്. എന്നാൽ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ടൊന്ന് ഗ്രോത്ത് ചെയ്യാൻ നല്ലതായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ലാസ്റ്റ് വരെ കാണുക, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു പോയിന്റ്സ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കിട്ടത്തില്ല. അഥവാ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പലരും വീഡിയോ കാണുന്നുണ്ട്, ആരും റെസ്പോണ്ട് ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു കൈ നിറയെ വേപ്പില എടുക്കുക. വേപ്പില നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ ഈ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരച്ചെടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ഉലുവയാണ്. ഉലുവ നിങ്ങൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഉലുവ വേണം. അതുപോലെ തന്നെ അലോവേറ ജെല്ലും 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമുക്ക് വരുന്ന കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി നമ്മൾ അരച്ച് പിഴിഞ്ഞ് അത് 2 ടേബിൾ സ്പൂൺ അതിൻ്റെ നീര് വേണം. പിന്നെ നമ്മൾ ലാസ്റ്റ് തൈര് ആഡ് ചെയ്യുക. തൈര് ഒരു 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഹെയറിലോട്ട് ഇനി അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ പാക്ക്. അപ്പോൾ നമുക്കിത് തലയിലോട്ട് ഇനി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ കഴിഞ്ഞ ഡാൻഡ്രഫിൻ്റെ വീഡിയോ പറഞ്ഞാൽ കുട്ടിയുടെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞ് ചെയ്തതിന് ശേഷം ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് ഡാൻഡ്രഫൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനി അപ്ലൈ ചെയ്യാം തലയിലോട്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞ് ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിനി പാക്ക് നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹെയർ ഓയിലോ ഒന്നും തേക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. വേപ്പില നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫിന് കാരണമാകുന്ന ഫംഗസും അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഉലുവയും കൊച്ചുള്ളിയും നമ്മുടെ ഹെയറിന് നല്ല സ്ട്രെങ്തനിങ് കിട്ടാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആലോവേറ ജെല്ല് നമ്മുടെ സ്കാൽപ്പിന് നല്ല കൂൾ ആൻഡ് ഹീൽ ചെയ്യാനും അതുപോലെ ബ്രേക്കേജ് കുറയാനും ഒക്കെ സഹായിക്കുന്നതാണ്. യൂസ് ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് ഉള്ളവരും അതുപോലെ തന്നെ ഹെയർ ഫാള്, ഓയിൽ സ്കാൽപ്പ് ഉള്ളവർ, പിന്നെ അതുപോലെ തന്നെ സ്ലോ ഹെയർ ഗ്രോത്ത് ഉള്ളവർ, ഫ്ലേക്കി സ്കാൽപ്പ് ഉള്ളവർക്ക് മാത്രം ഇത് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒനിയൻ നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ അത് ഒഴിവാക്കുക. നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ അവരൊരിക്കലും ഒനിയൻ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതൊരു 30-40 മിനിറ്റ് തലയിൽ വെച്ചാൽ മതി അപ്ലൈ ചെയ്ത്. അതിൽ കൂടുതൽ തവണ നിങ്ങൾ വെക്കണ്ട. മാക്സിമം ഇത്രയും നിങ്ങൾ വെച്ചാൽ മതി. പിന്നെ നമ്മളിത് വാഷ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ഷാമ്പു മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളിയുടെ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ശകലം ഷാമ്പു ഇട്ട് കഴുകുക. പിന്നെ വാഷ് ചെയ്യുന്ന ടൈമിൽ നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അതായത് നല്ല രീതിയിൽ ഇപ്പം എൻ്റെ കൂട്ട് ഈ വേപ്പിലൊക്കെ അരച്ചാ തേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിൽ നല്ല രീതിയിൽ വേപ്പിലയുടെ ആ ഒരു ഇതൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കും എത്ര കഴുകിക്കളയാം. അപ്പം മാക്സിമം നമ്മൾ ടൈം എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി, ചൂടുവെള്ളത്തിലൊന്നും കഴുകണ്ട. പിന്നെ ഞാൻ പറഞ്ഞതിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി ചെയ്യുക, അല്ലാതെ നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. കഴിഞ്ഞ പണി കിട്ടും. അപ്പം നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 30-40 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിൽ കൂടുതൽ തവണ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉലുവ ആർക്കെങ്കിലും തണുപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 30 മിനിറ്റെങ്കിലും വെക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞ രീതിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. ഓയിലി സ്കാൽപ്പർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്. നമ്മുടെ ഹെയർ ഫാളും അതുപോലെ തന്നെ ഡാൻഡ്രഫും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ കുറച്ചധികം സമയം എടുത്ത് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ എൻ്റെ കൂട്ട് വേപ്പില അരച്ചൊക്കെയാണ് തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഇലയും അതൊക്കെ മുടിയിലേക്ക് ഇങ്ങനെ പറ്റിയിരിക്കും. അതുപോലെ തന്നെ ഉലുവയുടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം നല്ല രീതിയിൽ നമ്മൾ ടൈം എടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.